നമസ്കാരം, ഏവർക്കും സ്മാർട്ട് ബീസിലേക്ക് സ്വാഗതം. സുപ്രധാന പദവികൾ നമുക്കറിയാം. PSC പരീക്ഷകളിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കറണ്ട് ബേസ് എന്ന രീതിയിലും അല്ലാതെ സബ്ജക്റ്റ് വൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പദവികൾ ചോദിക്കാറുണ്ട്. അപ്പം നമുക്കതിൽ അന്താരാഷ്ട്ര പദവികൾ, ദേശീയ പദവികൾ, സംസ്ഥാന പദവികൾ, ഈ 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 75 അന്താരാഷ്ട്ര അതുപോലെ ദേശീയ പദവികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടും കൂടെ ചേർത്ത് 75 പദവികളുണ്ട്. നിങ്ങളിതൊരു റിവിഷൻ പോലെ എൻ്റെ ഇവിടെ ചെയ്യുക. ഞാൻ ഈ പറയുന്ന പദവികളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ, എത്ര എണ്ണം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം ലാസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ട പോർഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇത് ഫുള്ള് നിങ്ങൾ നോട്ട് എഴുതി തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. അതായത് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എക്സാംസ് ഉണ്ടല്ലോ, അതിനൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ആവും കേട്ടോ. ശരി. അപ്പോൾ ആദ്യം തന്നെ UN സെക്രട്ടറി ജനറൽ എല്ലാവർക്കും അറിയായിരിക്കും. PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. UN സെക്രട്ടറി ജനറൽ ആരെന്ന് നിലവിലെ സെക്രട്ടറി ജനറൽ എല്ലാവർക്കും അറിയായിരിക്കും. ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിലെ UN സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്യം ചോദിക്കും. അന്റോണിയോ ഗുട്ടറസിൻ്റെ രാജ്യം, അദ്ദേഹത്തിൻ്റെ രാജ്യം ഏതാണ്? പോർച്ചുഗലാണ് രാജ്യം കേട്ടോ. പോർച്ചുഗലാണ് രാജ്യം. അടുത്ത് ലോക വ്യാപാര സംഘടന, നമുക്ക് WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, സിലബസിൽ തന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ലോക വ്യാപാര സംഘടന മേധാവി ആരെന്നറിയാവോ? എൻഗോസി, ഒഖാൻചോ, ഇവേല. ഓക്കെ, ലോക വ്യാപാര സംഘടന മേധാവി എൻഗോസി ഒഖാൻചോ ഇവേല. വേല എന്താണെന്ന് കേൾക്കുമ്പോൾ വ്യാപാരമാണ് എന്ന് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ കേട്ടോ. വേല എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ വ്യാപാരം എന്ന് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അടുത്ത ലോക ആരോഗ്യ സംഘടനയുടെ മേധാവി തെദ്രോസ് അദനോം ആണ് ലോക ആരോഗ്യ സംഘടനയുടെ മേധാവി. തെദ്രോസ് അദനോം. ഈ നമ്മുടെ രാജ്യത്ത് അങ്ങനെ വലുതായിട്ടില്ല, എന്നാലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ആരോഗ്യ പ്രവർത്തകർക്ക്, അതായത് ചികിത്സയെ കഴിഞ്ഞു പോകുന്ന പേഷ്യൻസ്, ആരോഗ്യ പ്രവർത്തകർക്ക് പൂവും അതുപോലെ ബൊക്കയൊക്കെ നൽകാറുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് റോസ് കൊടുത്തെന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. തെദ്രോസ് അദനോം. അടുത്ത് ലോക ബാങ്ക് മേധാവി, സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യൻ വംശജനാണ് ലോക ബാങ്ക് മേധാവി. ആരാണ്? അജയ് ബംഗ. ആരാണ് കുട്ടികളെ? അജയ് ബംഗയാണ് നിലവിലെ ലോക ബാങ്ക് മേധാവി. ആരാണ്? അജയ് ബംഗ. അടുത്ത അന്താരാഷ്ട്ര നാണയനിധിയുടെ മേധാവി. ഈ ലോക ബാങ്കിന് ചിലപ്പോൾ നിങ്ങൾക്ക് IBRD എന്ന് ചോദിക്കും കേട്ടോ. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD എന്ന് ചോദിക്കും, നോക്കിയിരിക്കണം. അടുത്ത അന്താരാഷ്ട്ര നാണയനിധിയുടെ മേധാവി, അതായത് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മേധാവി ക്രിസ്റ്റലീന ജോർജീവയാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ മേധാവി. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മേധാവി ക്രിസ്റ്റലീന ജോർജീവ. അടുത്ത് ഫിഫ പ്രസിഡന്റ്. ഫിഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ആണ് ഫിഫ. അപ്പം നമുക്കിപ്പം ഈ വർഷം ഫുട്ബോൾ ലോകകപ്പ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആളുടെ പേരൊക്കെ നമുക്ക് ചോദിക്കും, ഫിഫ പ്രസിഡന്റ് ആണെന്നൊക്കെ ചോദിക്കും കേട്ടോ. ആളുടെ പേര് ജിയാനി ഇൻഫാന്റിനോയാണ് നിലവിലെ ഫിഫയുടെ പ്രസിഡന്റ്. ജിയാനി ഇൻഫാന്റിനോയാണ്. ചിലപ്പോൾ ഗ്യാനി ഇൻഫാന്റിനോ എന്നും കിടക്കും. രണ്ടും ഒരേ പ്രൊനൗൺസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലുള്ള പേര് മലയാളത്തിലോട്ട് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട് കേട്ടോ. ജിയാനി ഇൻഫാന്റിനോ അല്ലെങ്കിൽ ഗ്യാനി ഇൻഫാന്റിനോ എന്ന് ഓർത്തിരിക്കുക. അടുത്ത് ഇന്ത്യയുടെ UN-ലേക്കുള്ള സ്ഥിരം പ്രതിനിധി. UN എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ്. അപ്പോൾ ഇന്ത്യക്ക് യുണൈറ്റഡ് നേഷൻസിലേക്ക് ഒരു സ്ഥിരം പ്രതിനിധിയുണ്ട്. ആളുടെ പേര് ഹരീഷ് പാർവതനേനിയാണ് ഇന്ത്യയുടെ UN-ലേക്കുള്ള സ്ഥിരം പ്രതിനിധിയാണ് ഹരീഷ് പാർവതനേനി. അടുത്ത് UN-ന്റെ ജനീവ ഘടകം, അതായത് UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെയെന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അപ്പോൾ ആ ജനീവ ആസ്ഥാനമായി വരുന്ന UN-ന്റെ സ്ഥാപനങ്ങൾ, അപ്പോൾ അതിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി, മേധാവിയല്ല പ്രതിനിധിയാണ് കേട്ടോ. പ്രതിനിധി അരിന്ദം ബാഗ്ചി. ആരാണ് കുട്ടികളെ? അരിന്ദം ബാഗ്ചി. അപ്പോൾ ഇന്ത്യയുടെ UN ജനീവ ഘടകത്തിലേക്കുള്ള സ്ഥിരം പ്രതിനിധിയാണ് അരിന്ദം ബാഗ്ചി. അടുത്ത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി മേധാവി, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി മേധാവി. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി മേധാവിയുടെ പേര് ക്രിസ്റ്റി കാവൻട്രി എന്നാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മേധാവിയുടെ പേര് ക്രിസ്റ്റി കാവൻട്രി എന്നാണ് കേട്ടോ. ഇദ്ദേഹത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം
ഇദ്ദേഹം ഈ ഒരു ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മേധാവിയാകുന്ന ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ്. അതുപോലെ ആദ്യത്തെ വനിതയാണ്. ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിത ആഫ്രിക്കയിൽ നിന്നുള്ള വ്യക്തി. അതുപോലെ രാജ്യം ചോദിച്ചിട്ടുണ്ട്, സിംബാബ്വേയാണ് രാജ്യം. അവിടെ കായിക ഇനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, സ്വിമ്മിംഗ് ആണ്, നീന്തലാണ് കായിക ഇനം. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഓൾറെഡി PSC ചോദിച്ചതാണ്. ക്രിസ്റ്റി കാവൻട്രി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മേധാവി, ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ്, ആദ്യത്തെ വനിതയാണ്, സിംബാബ്വേയാണ് രാജ്യം, സ്വിമ്മിംഗ് ആണ് കായിക ഇനം. അടുത്ത ICC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് ICC എന്ന് പറയുന്നത്. ICC ചെയർമാൻ നിലവിൽ ഇന്ത്യക്കാരനാണ്, ജയ് ഷായാണ് ICC ചെയർമാൻ. ICCയുടെ നിലവിലെ ചെയർമാൻ ജയ് ഷായാണ്. അപ്പോൾ 10 പദവികൾ പഠിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ പേരുകൾ ഒന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിടത്തവരാണെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് അല്ലെങ്കിൽ ആ ഏരിയ ഒന്നുകൂടെ കണ്ടു നോക്കണം, അല്ലെങ്കിൽ എഴുതിയിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ഇനി അങ്ങോട്ടുള്ള എളുപ്പമാണ്, കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരും പേരുകളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും. അടുത്ത ചോദ്യം, രാഷ്ട്രപതി ആരെന്നാണ്? നമ്മുടെ രാഷ്ട്രപതി ആരാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് അല്ലേ? ദ്രൗപദി മുർമു ആണ് രാഷ്ട്രപതി. നമ്മുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ്. ഒഡീഷയാണ് സംസ്ഥാനം. അതൊക്കെ ഓർത്തിരിക്കുക. ദ്രൗപദി മുർമു 15ാമത്തെ രാഷ്ട്രപതി, ഒഡീഷയാണ് സംസ്ഥാനം. അടുത്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി. CP രാധാകൃഷ്ണൻ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹം. അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹത്തിന്റെ സംസ്ഥാനം ഹരിയാനയാണ്. ഇവിടെയൊക്കെ സംസ്ഥാനം ചോദിക്കും കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പം 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്, ഹരിയാന സ്വദേശിയാണ്. ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ് ലോകസഭാ സ്പീക്കർ. എല്ലാവർക്കും അറിയായിരിക്കും, ഓം ബിർളയാണ് ലോകസഭാ സ്പീക്കർ. ലോകസഭയ്ക്ക് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. രാജ്യസഭാ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ആർട്ടിക്കിൾ 64 പ്രകാരം ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ ചെയർമാൻ. അതുകൊണ്ട് തന്നെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. അപ്പൊ CP രാധാകൃഷ്ണൻ തന്നെയാണ് നിലവിലെ രാജ്യസഭാ ചെയർമാൻ അല്ലെ, CP രാധാകൃഷ്ണൻ. അടുത്ത രാജ്യസഭയ്ക്ക് ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാന്റെ പേര് ഹരിവംശ് നാരായൺ സിംഗ് എന്നാണ് കേട്ടോ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാന്റെ പേര് ഹരിവംശ് നാരായൺ സിംഗ് എന്നാണ്. അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള ഒരു രാജ്യസഭാ അംഗമാണ് കേട്ടോ. അടുത്ത ലോകസഭയ്ക്ക് സെക്രട്ടറി ജനറൽ ഉണ്ട്. ഈ സെക്രട്ടറി ജനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകസഭയായാലും രാജ്യസഭയായാലും അവിടുത്തെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ജനറൽ ആണ്. ലോകസഭ സെക്രട്ടറി ജനറൽ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഉത്പൽ കുമാർ സിംഗ് ആണ് ലോകസഭ സെക്രട്ടറി ജനറൽ. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ PC മോദി, പ്രമോദ് ചന്ദ്ര മോദി അല്ലെങ്കിൽ PC മോദിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ. അടുത്ത പ്രധാനമന്ത്രി എല്ലാവർക്കും അറിയായിരിക്കും, നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ് പ്രധാനമന്ത്രി. ഓക്കെ, അദ്ദേഹത്തിന്റെ സംസ്ഥാനമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, ഗുജറാത്താണ് സംസ്ഥാനം അല്ലേ. ലോകസഭാ പ്രതിപക്ഷ നേതാവ്, ഇപ്പൊ നമുക്ക് 18ാം ലോകസഭയാണ്. 16ാം ലോകസഭയ്ക്കും 17ാം ലോകസഭയ്ക്കും ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു. ഇപ്പൊ 18ാം ലോകസഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. അത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതും എഴുതി പഠിക്കുക, കാണേണ്ടത് ഒന്നുകൂടെ കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള പേരുകൾ തന്നെയാണ് എല്ലാം. അടുത്ത രാജ്യസഭാ നേതാവ്. ഇപ്പൊ നിങ്ങളത് ഇങ്ങനെ ചോദിക്കുകയാണ്, ആരാണ് ലോകസഭാ നേതാവ് എന്ന് കേട്ടാൽ അത് പ്രധാനമന്ത്രിയാണ്. ലോകസഭാ നേതാവ് പ്രധാനമന്ത്രിയും അധ്യക്ഷൻ സ്പീക്കറുമാണ്. അതുപോലെ രാജ്യസഭാ നേതാവ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് ഒരു നേതാവുണ്ട്, അത് JP നദ്ദയാണ് രാജ്യസഭാ നേതാവ്. രാജ്യസഭയ്ക്കുമുണ്ട് പ്രതിപക്ഷ നേതാവ്. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ്. റിസർവ് ബാങ്ക് ഗവർണർ ആരാ? സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ. 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അപ്പൊ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര 26ാമത്തെ ഗവർണറാണ്. അടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ
വി രാമസുബ്രഹ്മണ്യമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അദ്ദേഹം 9ാമത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ്. അടുത്ത വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ ആണ്. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ ആണ്. അടുത്ത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഈ വിജയ് കിഷോർ രഹത്കറും 9ാമത്തെ ആളാണ് കേട്ടോ, 9ാമത്തെ ആളാണ്. അടുത്ത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അദ്ദേഹം 13ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആര്? രാജ്കുമാർ ഗോയൽ. അടുത്ത ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്ന് എഴുതി ചോദിക്കാതെ നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് NCPCR എന്ന് ചോദിക്കും കേട്ടോ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അതാണ് NCPCR. ചെയർപേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലട്ടി പ്രേംചന്ദ് ആണ് NCPCR ചെയർപേഴ്സൺ. അടുത്ത് പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ ചെയർപേഴ്സൺ. പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാ പട്ടികജാതി? കിഷോർ മക്വാനയാണ് പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്ത പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ ചെയർപേഴ്സൺ അന്തർ സിംഗ് ആര്യാണ് പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്ത് പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നിങ്ങൾ ഒന്നുകൂടെ കാണേണ്ടി വരണത് ഒന്നുകൂടെ കണ്ടു നോക്കുക, അല്ലെങ്കിൽ എഴുതി വായിച്ച് പഠിക്കുക. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് വേക്കൻ്റ് ആണ് കേട്ടോ, അവിടെ ആളില്ല, വേക്കൻ്റ് ആണ്. ഏറ്റവും ഒടുവിലത്തെ ആളാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം ഇത് വേക്കൻ്റ് ആയിട്ടിരിക്കുകയാണ്. അടുത്ത കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ 26ാമത്തെ വ്യക്തി ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ 2 പേരുണ്ട്. ഒന്ന് വിവേക് ജോഷിയാണ്. രണ്ടാമത്തെ ആള് സുഖ്വീന്ദർ സിംഗ് സന്ധു ആണ് രണ്ടാമത്തെ ആള്. വിവേക് ജോഷി, സുഖ്വീന്ദർ സിംഗ് സന്ധു. UGC ചെയർമാൻ വിനീത് ജോഷിയാണ്. UGC ചെയർമാൻ വിനീത് ജോഷിയാണ്. അടുത്ത് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ. UGC എന്തെന്ന് എല്ലാവർക്കും അറിയാലോ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് UGC. അടുത്ത അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ AK മൊഹന്തി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അജിത് കുമാർ മൊഹന്തി എന്നാണ്. AK മൊഹന്തി അല്ലെങ്കിൽ അജിത് കുമാർ മൊഹന്തി. അടുത്ത ബാർക്ക് ഡയറക്ടർ. ബാർക്ക് എന്ന് വെച്ചാൽ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ നമ്മുടെ മുംബൈയിൽ ട്രോംബൈ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബാർക്കിന്റെ ഡയറക്ടറിന്റെ പേര് വിവേക് ബാസിൻ ആണ് ബാർക്ക് ഡയറക്ടർ, വിവേക് ബാസിൻ. അടുത്ത DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. DRDOയുടെ നിലവിലെ ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് ആണ് കേട്ടോ. രാജേഷ് കുമാർ സിംഗ് ആണ് DRDO ചെയർമാൻ. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. നിലവിലെ ISRO ചെയർമാൻ 11ാമത്തെ ആളാണ് വി നാരായണനാണ് 11ാമത്തെ ISRO ചെയർമാൻ. തമിഴ്നാട് സ്വദേശിയാണ്, കന്യാകുമാരി സ്വദേശിയാണ് കേട്ടോ. അടുത്ത VSSC ഡയറക്ടർ. VSSC നമുക്കറിയാം, തിരുവനന്തപുരം തുമ്പയിൽ സ്ഥിതി ചെയ്യുന്ന VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ് VSSC. അതിൻ്റെ നിലവിലെ ഡയറക്ടർ A രാജരാജനാണ് നിലവിലെ VSSC ഡയറക്ടർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ A രാജരാജൻ. LPSC ഡയറക്ടർ. LPSC എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, അതാണ് LPSC ഡയറക്ടറുടെ പേര് M മോഹനാണ്. LPSC ഡയറക്ടർ. LPSC എന്ന് പറയുമ്പോൾ നമുക്ക് ബാംഗ്ലൂരാണ് ആസ്ഥാനം. നമ്മുടെ തിരുവനന്തപുരം വലിയ മലയിലൊക്കെ LPSCയുടെ ഒരു
കോംപ്ലക്സ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, LPS, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ കേട്ടോ. ഓക്കെ, എഴുതി പഠിക്കുക, പേരുകളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. ആരാണോ ISRO ചെയർമാൻ അദ്ദേഹം തന്നെയായിരിക്കും ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ. വി നാരായണനാണ് ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവലാണ്. നമ്മൾ അദ്ദേഹത്തെ അജിത് ഡോവൽ എന്ന് ചുരുക്കി പറയും. അജിത് കുമാർ ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇമ്പോർട്ടൻ്റ് ആണ്. CBI ഡയറക്ടർ പ്രവീൺ സൂദാണ്. CBI ഡയറക്ടർ പ്രവീൺ സൂദാണ് നിലവിലെ CBI ഡയറക്ടർ. ഓക്കെ, അടുത്ത സംയുക്ത സേനാ മേധാവി മാറിയിട്ടുണ്ട്. NS രാജസുബ്രഹ്മണി. ജനറൽ NS രാജസുബ്രഹ്മണിയാണ് സംയുക്ത സേനാ മേധാവി. ജനറൽ NS രാജസുബ്രഹ്മണി. കരസേനാ മേധാവി നേരത്തെ ആള് തന്നെയാണ്. ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേനാ മേധാവി. ഉപേന്ദ്ര ദ്വിവേദിയാണ്. നാവികസേനാ മേധാവി പുതിയ ആൾ വന്നിട്ടുണ്ട്. അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് പുതിയ നാവികസേനാ മേധാവി. വ്യോമസേനാ മേധാവി പഴയ ആള് തന്നെയാണ്. ചീഫ് മാർഷൽ AP സിംഗ് എന്ന് വെച്ചാൽ അമർപ്രീത് സിംഗ്. AP സിംഗ് അല്ലെങ്കിൽ അമർപ്രീത് സിംഗ് ആണ് വ്യോമസേന മേധാവി. അടുത്ത സർവേ ഓഫ് ഇന്ത്യയുടെ മേധാവി, അതുപോലെ സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ മേധാവി എന്ന് ചോദിച്ചാലോ സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാലോ രണ്ടും വരുന്നത് ഒരാൾ തന്നെയാണ്. ശൈലേഷ് കുമാർ സിൻഹയാണ് കേട്ടോ. ഓരോ കുട്ടികളെ ശൈലേഷ് കുമാർ സിൻഹയാണ് സർവേ ഓഫ് ഇന്ത്യ മേധാവി അല്ലെങ്കിൽ സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ. ശൈലേഷ് കുമാർ സിൻഹയാണ് സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേധാവി. സെൻസസ് കമ്മീഷണറും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയും ഒരാൾ തന്നെയാണ്. സെൻസസ് കമ്മീഷണർ, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ രണ്ടും ഒരാൾ തന്നെയാണ്. മൃത്യുഞ്ജയ് കുമാർ നാരായൺ. ഈ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചോണം. കാരണം ഇപ്പം സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടും അതുപോലെ സർവേ ഓഫ് ഇന്ത്യ ഒരു സ്ഥിരം ടോപ്പിക് ആയതുകൊണ്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. സർവേ ഓഫ് ഇന്ത്യ മേധാവി ശൈലേഷ് കുമാർ സിൻഹ. സെൻസസ് കമ്മീഷണർ അതുപോലെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായൺ. രണ്ട് പേരും പഠിച്ചു വെച്ചോണം. സർവേയർ ജനറൽ ഓഫ് ഇന്ത്യയും ആര് തന്നെയാണ്? ശൈലേഷ് കുമാർ സിൻഹ തന്നെയാണ് കേട്ടോ. ക്യാബിനറ്റ് സെക്രട്ടറി ആരാ? ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥനാണ് കേട്ടോ. TV സോമനാഥനാണ് നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി. പ്രതിരോധ സെക്രട്ടറി നമ്മൾ നേരത്തെ DRDO മേധാവി പറഞ്ഞില്ലേ, അദ്ദേഹം തന്നെയാണ്. രാജേഷ് കുമാർ സിംഗ് ആണ് പ്രതിരോധ സെക്രട്ടറി. രാജേഷ് കുമാർ സിംഗ് ആണ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് വിദേശകാര്യ സെക്രട്ടറി. ധനകാര്യ സെക്രട്ടറി അജയ് സേത്താണ് ധനകാര്യ സെക്രട്ടറി. മൈൻസ് സെക്രട്ടറി നമുക്ക് റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. മൈൻസ് സെക്രട്ടറി പീയൂഷ് ഗോയൽ ആണ്. നമ്മുടെ മന്ത്രി പീയൂഷ് ഗോയൽ അല്ല, വാണിജ്യ വ്യാപാര വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ അല്ല. ഇത് പീയൂഷ് ഗോയൽ IAS ആണ്. മൈൻസ് സെക്രട്ടറിയുടെ പേര് പീയൂഷ് ഗോയൽ IAS. ആഭ്യന്തര സെക്രട്ടറി ആണെന്നറിയോ? ആഭ്യന്തര സെക്രട്ടറിയുടെ പേര് ഗോവിന്ദ് മോഹൻ എന്നാണ് കേട്ടോ. ഗോവിന്ദ് മോഹൻ എന്നാണ് നിലവിലെ ആഭ്യന്തര സെക്രട്ടറി. ഗോവിന്ദ് മോഹൻ. CAGയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നിലവിലെ CAG അദ്ദേഹം 15ാമത്തെ വ്യക്തിയാണ്. സഞ്ജയ് മൂർത്തിയാണ് CAG. സഞ്ജയ് മൽഹോത്ര നമ്മൾ നേരത്തെ പറഞ്ഞു 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ. അപ്പൊ നമ്മൾ ബാങ്കിൽ പോയിട്ടാണ് എത്ര കാശ് വേണം, എത്ര ക്യാഷ് ഉണ്ട്, എത്ര ക്യാഷ് അടയ്ക്കണം, എത്ര എന്ന വാക്ക് വരുന്നത് ബാങ്കിൽ. അപ്പൊ റിസർവ് ബാങ്ക് സഞ്ജയ് മൽഹോത്ര. ഓക്കെ, സഞ്ജയ് മൂർത്തി CAG. ലോക്പാല് AM ഖാൻവിൽക്കർ. മുഴുവൻ പേര് അജയ് മാണിക്യറാവു ഖാൻവിൽക്കർ. AM ഖാൻവിൽക്കർ അല്ലെങ്കിൽ അജയ് മാണിക്യറാവു ഖാൻവിൽക്കർ. അറ്റോർണി ജനറൽ R വെങ്കട്ടരമണിയാണ് അറ്റോർണി ജനറൽ. 16ാമത്തെ അറ്റോർണി ജനറൽ R വെങ്കട്ടരമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ. അത് നിലവിൽ തുഷാർ മേത്തയാണ്. ഓക്കെ,
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ പേര് രാഹുൽ നവീൻ എന്നാണ്. ഇപ്പൊ നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഒക്കെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പഠിച്ചിരിക്കുക രാഹുൽ നവീൻ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാത്സവ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാത്സവ. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ പ്രവീൺ കുമാർ ശ്രീവാത്സവയാണ് വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ. അപ്പൊ രണ്ട് ശ്രീവാത്സവയെ മാറിപ്പോകാതിരിക്കാൻ ഹരിതകം പ്രകാശ സംശ്ലേഷണം. അപ്പൊ ഹരിത ട്രൈബ്യൂണൽ പ്രകാശ് ശ്രീവാത്സവ, വിജിലൻസ് കമ്മീഷൻ പ്രവീൺ കുമാർ ശ്രീവാത്സവ. ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ, അത് നമ്മുടെ സുപ്രീം കോടതിയുടെ കീഴിൽ സൗജന്യ നിയമസഹായവും മറ്റും നൽകുന്ന സംവിധാനമാണ് ലീഗൽ സർവീസസ് അതോറിറ്റി. ജസ്റ്റിസ് വിക്രം നാഥാണ് നിലവിലെ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എല്ലാവർക്കും അറിയായിരിക്കും. ആരാണ്? അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാ കുട്ടികളെ? മലയാളിയായിട്ടുള്ള PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ്. അടുത്ത് BCCI, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇൻ ഇന്ത്യ, BCCI പ്രസിഡന്റ് മിഥുൻ മൻഹാസ് ആണ്. BCCI അല്ലെങ്കിൽ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇൻ ഇന്ത്യ, അതിന്റെ പ്രസിഡന്റ് മിഥുൻ മൻഹാസ്. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അജയ് കുമാറാണ് UPSC അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, നരേന്ദ്രമോദി. അടുത്ത നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ പുതിയയാൾ വന്നിട്ടുണ്ട്, അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ, അശോക് കുമാർ ലാഹിരി. ഓക്കെ, ഇനി ഒരു 5 പദവികളെ പഠിക്കാറുണ്ട്. നീതി ആയോഗിന്റെ CEO നിധി ചിബ്ബർ ആണ് നീതി ആയോഗിന്റെ CEO എന്ന് വെച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ് ചെയർമാൻ KV ഷാജി ആണ് നബാർഡിന്റെ ചെയർമാൻ. സെബി എന്ന് വെച്ചാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബിയുടെ നിലവിലെ ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെ. സെബി ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെയാണ്. SBI ചെയർമാൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ചല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് SBI ചെയർമാൻ. LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ചെയർമാൻ ആർ ദൊരൈസ്വാമിയാണ് LIC ചെയർമാൻ ദൊരൈസ്വാമി. ഇനി അതിൽ പറയാത്ത 2 ആൾക്കാരുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ. അതുപോലെ തന്നെ നമ്മുടെ IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAയുടെ ചെയർമാൻ അത് അജയ് സേത്ത് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ധനകാര്യ സെക്രട്ടറി പറഞ്ഞില്ല, അജയ് സേത്ത്, അദ്ദേഹം തന്നെയാണ് IRDAIയുടെ ചെയർമാൻ, അജയ് സേത്ത്. സോ വീഡിയോ കാണുക. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിരിക്കാം. ഓക്കെ, എഴുതി പഠിക്കുക. ആൾക്കാർ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ പറയാനുള്ളത്, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പദവികൾ നമുക്കത് പഠിക്കണം. അത് മറ്റൊരു വീഡിയോയിൽ നമുക്കത് നോക്കാം. അപ്പം വീണ്ടും ഒരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.